ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സർവശക്തന്റെ സന്നിധിയിൽ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് വരുവാൻ കർത്താവ് ഇങ്ങനെ ഒരു അവസരം കൂടെ ഒരുക്കി തന്നല്ലോ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരുന്നത് ഏലിശ പ്രവാചകന്റെ ജീവിതം. 27 ആഴ്ചകൾ നമ്മൾ എടുത്തു. 18 അത്ഭുത പ്രവർത്തികൾ. ഏലിശാവിൻ്റെ ജീവിതം, അത് മുഖാന്തരം ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് ഒത്തിരി അനുഗ്രഹമായിരുന്നു. നമ്മുടെ വിഷയം ഏലിശ അല്ല, പ്രവാചകൻ്റെ ജീവിതവും പ്രവാചകൻ്റെ ശുശ്രൂഷയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഇന്നത്തെ കാലത്തും നമ്മൾ ഒത്തിരി പ്രവാചകന്മാരും അപ്പോസ്തലന്മാരും പാസ്റ്റർമാരെ നമ്മൾ കാണാറുണ്ടല്ലോ. വചനം പഠിപ്പിക്കുന്ന ഒത്തിരി പേരുണ്ട്. ദൈവവചനത്തിൽ ദൈവം ഉപയോഗിക്കുന്ന പാത്രങ്ങളെ ദൈവം നമ്മുടെ മുമ്പേ വെക്കുമ്പോൾ സർവശക്തനാണ് നമ്മളോട് സംസാരിക്കുന്നത്. ഇന്ന് എത്ര ജനം വഞ്ചിക്കപ്പെടുന്നുണ്ട്. ഇന്ന് എത്ര പേർ ഇന്ന് സഭയിലും ആരാധനയ്ക്കൊന്നും പോകാതെ വീടുകളിൽ തന്നെ ഇരിക്കുക. സത്യവചനത്തിനു വേണ്ടി ഒത്തിരി ജനം കൊതിക്കുന്നുണ്ട്. നമുക്ക് ദൈവം ഇങ്ങനെ അവസരം തരുമ്പോൾ എത്ര വിലപ്പെട്ട അവസരമാ. ഈ കേൾക്കുന്ന വചനം നമ്മുടെ ജീവിതത്തിൽ പ്രായോഗത്തിൽ വരേണ്ടതാ. അതുമാത്രമല്ല, നമ്മൾ എത്ര പേർക്ക് വേണ്ടി കടപ്പെട്ടവരാ. ദൈവം നമുക്ക് വചനം വിളമ്പി തരുമ്പോൾ ഇത് ഞാൻ എനിക്ക് വേണ്ടി മാത്രം വെക്കുമോ, മറ്റവരോട് ഞാൻ പങ്കിടുമോ? മറ്റവരോട് പങ്കിടുന്ന മുമ്പേ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ വചനത്തെ പ്രയോഗത്തിൽ കൊണ്ടുവരേണ്ടതല്ലയോ? കർത്താവിൻ്റെ വരവടുത്തു. സോ നമ്മൾ ഇന്ന് ധ്യാനിക്കാൻ പോകുന്നത് അടുത്ത പ്രവാചകൻ. പക്ഷെ അടുത്ത പ്രവാചകൻ പറയുമ്പോൾ ഏലിശാവ് കഴിഞ്ഞിട്ടുള്ള പ്രവാചകൻ അല്ല. ഏലിയാവ് പ്രവാചകൻ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന ആ കാലഘട്ടത്തിൽ തന്നെ ഏലിയാവ് പറഞ്ഞല്ലോ, ഞാൻ ഏകനാ. ദൈവാത്മാവ് പറഞ്ഞല്ലോ, സർവശക്തൻ പറഞ്ഞല്ലോ, 7000 ഉണ്ട്. ഇവിടെ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ആ പ്രവാചകൻ ഏലിയാവ് പ്രവാചകന്റെ സമയത്ത് തന്നെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന ഒരു പ്രവാചകൻ. പക്ഷെ ദൈവാത്മാവ് അന്നേരം ആ കാര്യങ്ങൾ ഒന്നും വെളിപ്പെടുത്തുന്നില്ല. കാരണം ഏലിയാവ് സൂര്യൻ പ്രകാശിക്കുന്ന പോലെ ഏലിയാവ് ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പക്ഷെ ഈ പ്രവാചകന്റെ കുറിച്ച് കൂടുതൽ ഒന്നും എഴുതിയിട്ടില്ല. അപ്പൻ്റെ പേര് മാത്രമേ, പിതാവിൻ്റെ പേര് മാത്രമേ ഉള്ളൂ. ഏത് ഗ്രാമക്കാരനാ, എവിടത്തെയാ ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു ദിവസത്തെ ഒരു ശുശ്രൂഷ മാത്രം ദൈവാത്മാവ് വെളിപ്പെടുത്തുക. ഒരു ദിവസത്തെ ശുശ്രൂഷ മാത്രം. ഏലിയാവിൻ്റെ കംപ്ലീറ്റ് ജീവിതം ദൈവാത്മാവ് വെളിപ്പെടുത്തി, ഏലിശാവിൻ്റെ കംപ്ലീറ്റ് ജീവിതം. പക്ഷെ ഈ പ്രവാചകന്റെ ഒരു ശുശ്രൂഷ മാത്രം. ചിലർക്ക് ദൈവം നീണ്ട ശുശ്രൂഷ വെച്ചിട്ടില്ല. ചിലർക്ക് ഒരു ചെറിയ ഒരു ശുശ്രൂഷ മാത്രം. പക്ഷെ ആ ചെറിയ ശുശ്രൂഷ അതിൽ ദൈവം തൻ്റെ തേജസ്സിനെ വെളിപ്പെടുത്തുന്നത് നമുക്ക് കാണാം. നമ്മൾ ഈ പ്രവാചകന്മാരല്ലേ ദൈവം കയ്യിലെടുത്ത് ഉപയോഗിക്കുന്ന പാത്രങ്ങളെ കമ്പയർ ചെയ്യല്ലേ. കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ച വിഷയമാണ്. ഓരോ പാത്രം ദൈവത്തിന് വിലപ്പെട്ടതാ. ദൈവം തൻ്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തുക. സോ ചിലരുടെ പേര് ദൈവം വെളിപ്പെടുത്തിയിട്ടില്ല, ചിലർക്ക് നീണ്ട ശുശ്രൂഷ ദൈവം കൊടുത്തിട്ടില്ല. പക്ഷെ ഓരോരുത്തരുടെ ജീവിത മുഖാന്തരം സർവശക്തന്റെ സ്വഭാവമാണ് നമ്മൾ കാണുന്നത്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന പ്രവാചകന്റെ പേര് മീഖായ. 1 രാജാക്കന്മാരുടെ പുസ്തകം അതിൻ്റെ 22 അധ്യായത്തിലാണ് ഈ പ്രവാചകനെ നമ്മൾ കാണുന്നത്. 1 Kings chapter 22. അതിൽ നമ്മൾ കാണാൻ പോകുന്ന പ്രവാചകന്റെ പേര് മീഖായ. നമുക്ക് പ്രാർത്ഥനയോടെ ഈ വിഷയം ഒന്ന് ശ്രദ്ധിക്കാം. നമുക്ക് 1 രാജാക്കന്മാരുടെ പുസ്തകം 22 അധ്യായം അതിൻ്റെ 1 വാക്യം നമുക്ക് വായിക്കാം. 1 Kings chapter 22 verse 1. 1 രാജാക്കന്മാരുടെ പുസ്തകം 22 അധ്യായം അതിൻ്റെ 1 വാക്യം നമുക്ക് വായിക്കാം. അരാമും ഇസ്രായേലും 3 സംവത്സരം തമ്മിൽ യുദ്ധം കൂടാതെ പാർത്തു. ഇവിടെ എഴുതിയേക്കുന്ന അരാമും ഇസ്രായേലും 3 സംവത്സരം 3 വർഷം യുദ്ധമില്ലാതെ പാർത്തു. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 2 Chronicles 18 വാക്യം. 2 Chronicles chapter 18
verse 1. രണ്ട് ദിനവൃത്താന്തം 18 അധ്യായം അതിന്റെ 1 വാക്യം. യഹോശാഫാത്തിന് ധനവും മാനവും വളരെ ഉണ്ടായിരുന്നു. അവൻ ആഹാബിനോട് സംബന്ധം കൂടി. സോ ഇവിടെ നമ്മൾ ക്രമേണ പോവാം പ്രാർത്ഥനയോട്. ഏലിയാവ് ശുശ്രൂഷിച്ചുകൊണ്ട് ഇരിക്കുന്ന സമയം ഇസ്രായേലിന്റെ രാജാവ് ആഹാബ്. പക്ഷെ അന്നേരം നമുക്കറിയാമല്ലോ, ഇസ്രായേൽ സൊലൊമോൻ രാജാവിന്റെ സമയത്ത് ദൈവാത്മാവ് മുമ്പേ തന്നെ വെളിപ്പെടുത്തി ഇസ്രായേൽ 2 വിഭാഗിച്ചു. ഉത്തര ദിശയിലുള്ള നോർത്തേൺ കിങ്ഡം 10 ഗോത്രങ്ങൾ ഒന്നിച്ചു ചേർന്ന് ഇസ്രായേൽ. സൗത്തില് 2 ഗോത്രങ്ങൾ യഹൂദയും ബെന്യാമിൻ. ഏറ്റവും ദുഷ്ടനായ രാജാവ് ഇസ്രായേലിൽ വാണുകൊണ്ടിരിക്കുന്ന സമയമാണ്. രാജാവും തൻ്റെ ഭാര്യ യെസബേൽ, ആഹാബും യെസബേൽ. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഇത്ര ദുഷ്ടനായ രാജാവ് വരെയില്ല. പേര് ആഹാബും യെസബേൽ. ആ സമയത്ത് യഹൂദയിൽ വാണുകൊണ്ടിരിക്കുന്ന ഭക്തനായ ഒരു രാജാവ്. ആ വ്യത്യാസം ഒന്ന് ശ്രദ്ധിച്ചേ. ഏറ്റവും ദുഷ്ടനായ രാജാവ് ഇസ്രായേലിൽ വാണുകൊണ്ടിരിക്കുമ്പോൾ യഹൂദയിൽ ഭക്തനായ രാജാവ് പേര് യഹോശാഫാത്ത് ഇവിടെ വാണുകൊണ്ടിരിക്കുക. പക്ഷേ ഇവിടെ ഇനി അടുത്ത നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്ന വിഷയം, യഹോശാഫാത്തിന് ധനവും മാനവും എല്ലാം ഉണ്ട്. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ യഹോശാഫാത്ത്, ഭക്തനായ യഹോശാഫാത്ത് ചെയ്ത ഒരു പ്രവൃത്തി, ഈ ആഹാബിന്റെ മോളെയൊക്കെ കല്യാണം കഴിച്ചേക്കുന്നത്. ഭാര്യയുടെ പേര് അഥല്യ, കൊച്ചുമക്കളെ കൊന്നവള അഥല്യ, യഹോശാഫാത്തിന്റെ ഭാര്യ, ആഹാബിന്റെ മോള്. ഒന്ന് ശ്രദ്ധിച്ചേ, ഇത് രണ്ടും എങ്ങനെ ഒന്നിച്ചു വരുന്നത്? കുടുംബ ബന്ധമായി. അമ്മായപ്പന ആഹാബ്, യഹോശാഫാത്തിന്റെ ഭാര്യ അഥല്യ. ഇവിടെ ദൈവാത്മാവ് നമ്മളോട് ഓരോ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത് നമ്മൾ ആ രീതി ഒന്ന് ശ്രദ്ധിച്ചേ. ഒരു അവിശ്വാസി വിശ്വാസിയുമായി ഒന്നിച്ചു വന്നാൽ എങ്ങനെയിരിക്കും? ഇന്നത്തെ ചെറുപ്പക്കാര് കല്യാണത്തിന്റെ വിഷയം വരുമ്പോൾ വിശ്വാസമല്ലല്ലോ ശ്രദ്ധിക്കുന്നത്. പഠിത്തമുണ്ടോ? കുടുംബം എങ്ങനെയുണ്ട്? സ്വത്ത് എത്രയുണ്ട്? കാണാൻ സൗന്ദര്യമുണ്ടോ? ഇത് നോക്കിയാൽ മതി. വിശ്വാസം ഒരു വിഷയമേ അല്ല ഇന്നത്തെ തലമുറയ്ക്ക്. അതുകൊണ്ടില്ലയോ കേരളം പറഞ്ഞ രാജ്യത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് റേറ്റ്, 50% കല്യാണങ്ങൾ ഡിവോഴ്സ് ആകുക. ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റിലും ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ഇല്ല. ഇന്ത്യയിൽ നമ്പർ 1. വെസ്റ്റേൺ കൺട്രീസിലുള്ള സെയിം സ്റ്റാൻഡേർഡ് ഡിവോഴ്സ് റേറ്റ് 50%. വിശ്വാസികളുടെ ഇടയ്ക്ക് എത്ര നടക്കുന്നുണ്ട്? എന്താ ഇന്ന് ഈ വചനം കേൾക്കുന്ന ചെറുപ്പക്കാരെങ്കിലും ഉണ്ടെങ്കിൽ, നമുക്ക് സൗന്ദര്യമാണോ വലിയത്? പഠിത്തമാണോ? ജോലിയാണോ? അതോ വിശ്വാസമാണോ പ്രാധാന്യം? കല്യാണത്തിന്റെ വിഷയം വരുമ്പോൾ ഞാൻ ഏതിനാ പ്രാധാന്യം കൊടുക്കുന്നത്? ഒത്തിരി അപ്പനമ്മയുണ്ട്, അവർക്ക് വിശ്വാസമല്ല വിഷയം. ചെറുക്കന് നല്ല ജോലിയുണ്ടോ? പെണ്ണ് നല്ല ജോലി കിട്ടിയല്ലോ. നല്ല ജോലിയും നല്ല സൗന്ദര്യവും നല്ല സ്വത്തുള്ള കുടുംബം കിട്ടി. ദൈവത്തെ സ്തുതിക്കുക. ഇനി സാത്താൻ ഒരിക്കലും ശല്യപ്പെടുത്താൻ വരത്തില്ല. ദൈവവചനത്തിൽ കൊടുത്തേക്കുന്ന പ്രമാണം വേർപാട്, അതൊരു ഉപദേശമാ. നമുക്ക് കാതലായ ഉപദേശമാ വേർപാട്. ഒരു ദൈവ പൈതൽ തന്റെ ജീവിതത്തിൽ വേർപാട് പാലിക്കേണ്ടത് ആ ദൈവത്തിന്റെ കർശനമായ ഉപദേശമാ. ഇന്ന് വിശ്വാസികൾക്ക് ഇന്ന് ആ വേർപാട് അത് നമുക്കില്ലല്ലോ. ലോകമായി കലങ്ങിയില്ലയോ ജീവിക്കുന്നത്? പറയുന്നത് ഞാൻ വിശ്വാസി, ചിന്തിക്കുന്നത് അവിശ്വാസിയുടെ പോലെ. യഹോശാഫാത്ത് പോയി കല്യാണം കഴിച്ചേക്കുന്നേ. സംഭവിച്ചത്, ആഹാബ് യുദ്ധത്തിന് പോകുമ്പോൾ യഹോശാഫാത്തും പോണം. ജീവനോ കൊണ്ട് രക്ഷപ്പെട്ടു, അത്രയും പറയാനേ ഉള്ളൂ യഹോശാഫാത്ത്. അല്ലെങ്കിൽ യഹോശാഫാത്തും പോയതാ.
എൻ്റെ ജീവിതത്തിൽ വേർപാട് പാലിക്കുന്നുണ്ടോ? ലോകമായി കൂട്ടിക്കലങ്ങിയാണോ ഞാൻ നടക്കുന്നത്? എൻ്റെ ചിന്ത, എൻ്റെ നടപ്പ്, എൻ്റെ പ്രവൃത്തികൾ ഇന്ന് വിശ്വാസികളെ കാണുമ്പോൾ ഒത്തിരി വേദനയുണ്ട്. സ്തോത്രം പറയുന്നുണ്ട്, ഹല്ലേലൂയ പറയുന്നുണ്ട്, പക്ഷെ നടപ്പും പ്രവൃത്തിയോ ലൗകികമാ. ദൈവ സാന്നിധ്യം അനുഭവിക്കുമോ? വെറുതെ ആണോ കരഞ്ഞുകൊണ്ട് ദുഃഖത്തോടെ ഭാരപ്പെട്ടുകൊണ്ട് നടക്കുന്നത്? ഹൈപ്പർ ടെൻഷൻ, ഡിപ്രഷൻ വിശ്വാസികൾക്ക് എങ്ങനെ? സർവശക്തന്റെ കൂടെ വസിക്കുന്നവന് ഡിപ്രഷൻ എങ്ങനെ? സർവശക്തന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവത്തിന്റെ ആലയമായ ഒരു വ്യക്തിക്ക് തളർച്ച എങ്ങനെ? വേർപാട് പാലിക്കുന്നുണ്ടോ? വേർപെട്ട് ജീവിച്ചാൽ നിന്നെ ഞാൻ എൻ്റെ മകനും മകളുമായി സ്വീകരിക്കുന്ന പുതിയ നിയമത്തിൽ എഴുതി തന്നിട്ടുണ്ട്. ഇസ്രായേൽ ജനത്തെ തെരഞ്ഞെടുത്തത് വേർപെട്ട് ജീവിക്കാനാ. സഭ പറയുമ്പോൾ, ചർച്ച് പറയുമ്പോൾ, എക്ലീസിയ ശബ്ദം വരും, അതിൻ്റെ അർത്ഥം ലോകത്തിൽ നിന്ന് ചുരുക്കം ചിലരെ തെരഞ്ഞെടുത്തത് വേർപെട്ട ജീവിതം ജീവിക്കുവാനാ. നമ്മൾ മുഖാന്തരം ലോകം ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കേണ്ടതാ. എൻ്റെ ജീവിതത്തിൽ ഞാൻ അത് പാലിക്കുന്നുണ്ടോ? എന്നെ കാണുമ്പോൾ അവിശ്വാസികൾ എന്തുവാ പറയുന്നത്? ഇനി അടുത്തത് 1 രാജാക്കന്മാരുടെ പുസ്തകം 22:2 മുതൽ നമുക്ക് വായിക്കാം. വേഴ്സ് 2, 1 Kings chapter 22 verse 2. 3-ാം ആണ്ടിലോ യഹൂദ രാജാവായ യഹോശാഫാത്ത് ഇസ്രായേൽ രാജാവിന്റെ അടുക്കൽ ചെന്നു. ഇസ്രായേൽ രാജാവ് തന്റെ ഭൃത്യന്മാരോട്, ഗിലെയാദിലെ രാമോത്ത് നമുക്കുള്ളതെന്ന് നിങ്ങൾ അറിയുന്നുവോ? നാം അതിനെ അരാം രാജാവിന്റെ കയ്യിൽ നിന്ന് പിടിക്കാതെ അടങ്ങിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അവൻ യഹോശാഫാത്തിനോട്, നീ എന്നോട് കൂടെ ഗിലെയാദിലെ രാമോത്തിൽ യുദ്ധത്തിന് പോരുമോ എന്ന് ചോദിച്ചു. അതിന് യഹോശാഫാത്ത് ഇസ്രായേൽ രാജാവിനോട്, ഞാനും നീയും എന്റെ ജനവും നിന്റെ ജനവും എന്റെ കുതിരകളും നിന്റെ കുതിരകളും ഒരുപോലെയല്ലോ എന്ന് പറഞ്ഞു. എന്നാൽ യഹോശാഫാത്ത് ഇസ്രായേൽ രാജാവിനോട്, ഇന്ന് യഹോവയുടെ അരുളപ്പാട് ചോദിച്ചാലും എന്ന് പറഞ്ഞു. ഇവിടെ ഒന്നിക്കാം. മരുമോൻ വന്നിട്ടുണ്ട്. മരുമോനോട് അമ്മായപ്പൻ പറയുന്നത്, നമുക്കൊരു യുദ്ധത്തിൽ പോകാം. ഇങ്ങനത്തെ ഒരു ബന്ധത്തിൽ വന്നു കഴിഞ്ഞാൽ പോകണമല്ലോ. യഹോശാഫാത്തേ, നീ എന്തിനാ ഇസ്രായേലിന്റെ യുദ്ധത്തിൽ നീ പോന്നേ? അമ്മായിപ്പനില്ലയോ? പറയുന്ന കേക്കണ്ടായോ? എന്നാൽ അമ്മായിപ്പൻ ആഹാബ് ആണെങ്കിലും യഹോശാഫാത്ത് ഒരു വിശ്വാസിയ. യഹോശാഫാത്ത് ഇവിടെ ചോദിക്കുന്നത്, അമ്മായിപ്പന് ദൈവഹിതം ഒന്നും വേണ്ട. ദൈവത്തിന്റെ ഹിതം എന്താണ്? അദ്ദേഹത്തിന് അതുമായി ഒരു ബന്ധമില്ല. രാജാവാ, ഇസ്രായേലിന്റെ രാജാവാ, വിശ്വാസിയാ. പക്ഷെ ദൈവഹിതത്തിന് ഒരു പ്രാധാന്യമില്ല. പക്ഷെ യഹോശാഫാത്ത് ചോദിക്കുന്നത്, നമുക്ക് ദൈവത്തോടൊന്ന് ചോദിക്കാം, ദൈവത്തിന്റെ ഹിതം ഒന്ന് ചോദിക്കാന്നേ. അതാ ഒരു വിശ്വാസിയുടെ പ്രത്യേകത. ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ദൈവഹിതത്തിന് പ്രാധാന്യം. ഞാൻ വിശ്വാസിയാണെങ്കിൽ ഞാൻ പറയുന്നുണ്ട്, ഞാൻ ദൈവ പൈതല. ദൈവഹിതമാണോ എനിക്ക് പ്രാധാന്യം? ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവഹിതം ഒന്ന് അന്വേഷിച്ചിട്ടാണോ ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്? അതോ മനസ്സിൽ വരുന്ന ചിന്തകൾ അങ്ങ് ചെയ്യാനോ? പ്രാർത്ഥിച്ച് അങ്ങ് അനുഗ്രഹം പ്രാപിച്ചിട്ട് അങ്ങ് ചെയ്യാനോ? ജീവിതത്തിൽ ഏത് വിഷയമായിക്കോട്ടെ, മക്കളുടെ കല്യാണമോ വീടോ ജോലിയോ ഏത് വിഷയമായിക്കോട്ടെ, എനിക്കൊരു കർത്താവുണ്ടോ? എനിക്കൊരു മണവാളനുണ്ടോ? എനിക്കൊരു തലയുണ്ടോ? ഞാനൊരു ശരീരത്തിന്റെ അംഗമല്ലയോ? ദൈവഹിതം ചോദിച്ചിട്ടാണ് ഓരോ കാര്യം ചെയ്യുന്നത്. ദൈവ ആത്മാവ് നമ്മളോട് ഓരോരുത്തരോട് ചോദിക്കുന്നത്. ദൈവഹിതത്തിന് ഇല്ലെങ്കിൽ പിന്നെ യേശുവിനെ കർത്താവ് എങ്ങനെ വിളിക്കുന്നു? വെറുതെയാണോ ദൈവ സാന്നിധ്യം അനുഭവിക്കാത്തത്? വെറുതെയാണോ പ്രെയർ ലൈനിൽ കയറി ലോകത്തോട് പ്രാർത്ഥിക്കാൻ പറയുന്നത്?
എന്താ? ദൈവഹിതത്തിന് പ്രാധാന്യമില്ല. എങ്ങനെയെങ്കിലും നമ്മുടെ ആഗ്രഹങ്ങൾ ഒന്ന് സാധിപ്പിച്ചു കിട്ടിയാൽ മതി. അങ്ങനെ ഇന്ന് എത്ര പേര് ജീവിതത്തിൽ തളർന്നു കിടക്കുന്നു. സിയോനിലേക്കുള്ള ഈ ഓട്ടത്തിന്റെ ഹൈവേയിൽ എത്ര അസ്ഥികൾ നമുക്ക് കാണാം. തുടക്കം നല്ലതായിരുന്നു, പക്ഷെ കുറെ കഴിഞ്ഞപ്പം ദൈവഹിതത്തിന് പ്രാധാന്യമില്ല. യോശാഫാത്ത് ചോദിക്കുന്നേ, നമുക്ക് ദൈവത്തോടൊന്നോ ചോദിക്കാം. അതുപോലെ തന്നെ നമുക്കും ദൈവസന്നിധിയിലിരുന്ന് ദൈവത്തോട് ചോദിച്ചാൽ എത്ര പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്രാപിക്കാന്നേ, എത്ര പരീക്ഷകളിൽ നിന്ന് നമുക്ക് രക്ഷപ്രാപിക്കാം. ഇന്നൊന്ന് തീരുമാനിക്കാമോ? എനിക്കൊരു കർത്താവുണ്ടെങ്കിൽ കർത്താവിൻ്റെ ഹിതം മതി. അന്യഭാഷ പറഞ്ഞ് തൃപ്തിപ്പെടല്ലേ, സ്നാനപ്പെട്ടതാന്ന് പറഞ്ഞ് തൃപ്തിപ്പെടല്ലേ. കർത്താവുണ്ടോ? കർത്തൃത്വം കർത്താവിൻ്റെ കയ്യിൽ തന്നെയാണോ? കർത്താവിൻ്റെ ഹിതമാണെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കും, ദൈവമായിട്ടുള്ള കൂട്ടായ്മയുടെ സന്തോഷം അനുഭവിക്കും. എത്ര പ്രശ്നമോ പ്രതികൂലം വന്നാലും സ്ഥിരതയോട് നിൽക്കുവാൻ കഴിയും. അടുത്തത് നമുക്ക് 6-ാമത്തെ വാക്യം നമുക്ക് താഴെ വായിക്കാം. Verse 6 onwards. അങ്ങനെ ഇസ്രായേൽ രാജാവ് ഏകദേശം 400 പ്രവാചകന്മാരെ കൂട്ടിവരുത്തി അവരോട്, ഞാൻ ഗിലെയാദിലെ രാമോത്തിലേക്ക് യുദ്ധത്തിന് പോകുകയോ പോകാതിരിക്കുകയോ എന്തു വേണ്ടു എന്ന് ചോദിച്ചു. അതിന് അവർ, പുറപ്പെടുക, കർത്താവ് അത് രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് പറഞ്ഞു. സോ ഇനിയും ആഹാബ് യഹോശാഫാത്ത് പറഞ്ഞതില്ലയോ, ഒന്ന് ചോദിച്ചേക്കാം, ഒന്ന് ദൈവഹിതം ഒന്ന് അറിയാം. അതെനിക്കൊരു വിഷയമല്ലായിരുന്നു. എനിക്ക് എങ്ങനെയെങ്കിലും യുദ്ധത്തിന് പോകണം, രാജ്യം പിടിച്ചെടുക്കണം, സ്ഥലം പിടിച്ചെടുക്കണം. എന്നാ ചോദിച്ചേക്കാം. 400 പേർ, ഒരാളല്ല, 400 പേരുണ്ട് കൂലിക്ക് നിർത്തിയത്. ആഹാബും യെസബേലിന്റെ മേശയിൽ ഇരുന്ന് ആഹാരം കഴിക്കുന്നവരാ. അവർ വന്നു, രാജാവിന് ദൈവത്തിന്റെ സന്ദേശമില്ലയോ വേണ്ടിയേ, ഞങ്ങളിപ്പം തരാന്നേ, പൊയ്ക്കോ, ദൈവം കൂടെ ഉണ്ടെന്ന്. രാജാവേ, ദൈവം കൂടെ ഉണ്ട്, അങ്ങ് പൊയ്ക്കോ. അതിന് യഹോശാഫാത്ത് 7-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, എന്നാൽ യഹോശാഫാത്ത് നാം അരുളപ്പാട് ചോദിക്കേണ്ടതിന് യഹോവയുടെ പ്രവാചകനായിട്ട് ഇവിടെ ഇനി ആരുമില്ലയോ എന്ന് ചോദിച്ചു. യഹോശാഫാത്തേ, ഈ 400 യഹോവയുടെയാ. യഹോവയുടെ നാമം എടുത്തല്ലയോ പറയുന്നത്, ഇത് പോരായോ? യഹോശാഫാത്ത് പോലത്തെ വ്യക്തിക്ക് മനസ്സിലായി ഈ 400 വ്യാജം പറയുന്നവരാ. അതെങ്ങനെ മനസ്സിലായിന്നേ? എനിക്ക് 400 വേണ്ട, എനിക്ക് ഒരാൾ മതി, സത്യം പറയുന്നേ, യഹോവയുടെ ഭക്തൻ, ഒരാൾ മതി. ഇന്ന് എത്ര വിശ്വാസികൾ നമ്മുടെ പോലത്തെ വഞ്ചിക്കപ്പെട്ട് കിടക്കുന്നു. അവർക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല, ഈ പ്രവചിക്കുന്നവൻ ഈ ദൈവത്തിൽ നിന്നല്ല, ഇത് വ്യാജമാ, ഇത് വഞ്ചിക്കുന്നവൻ വേഷം മാറി യഹോവയുടെ നാമം എടുത്ത് എൻ്റെ ഹൃദയത്തിന്റെ ആഗ്രഹം അനുസരിച്ച് പ്രവചിക്കുക. ആഹാബിന് പിടികിട്ടിയില്ല, യഹോശാഫാത്തിനെ പിടികിട്ടി, ഇത് വഞ്ചകനാ, എനിക്ക് ഒരാൾ മതി. നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ടോ? ഇന്ന് എത്ര വിശ്വാസികളുണ്ട്? ഈ ഓൺലൈനിന്റെ കാലമാ. ഒരു സമയം വീട്ടിൽ TV വെക്കാൻ പാടില്ലായിരുന്നു, പക്ഷെ ഇന്ന് എല്ലാവരുടെ പോക്കറ്റിൽ ഇല്ലയോ TV ഇരിക്കുന്നത്. നമ്മൾ എത്ര പ്രസംഗങ്ങൾ കേൾക്കുന്നുണ്ട്, എത്ര പ്രസംഗങ്ങൾ കേട്ട് നമ്മളുടെ അകത്തുനിന്ന് അറിയാതെ തന്നെ ഹല്ലേലൂയയും സ്തോത്രവും അന്യഭാഷയും വരുന്നുണ്ട്. ആരും കാണുന്നില്ല, കൂടെ വസിക്കുന്ന ദൈവം കാണുന്നുണ്ട് നമ്മുടെ ഈ തുള്ളലും ആരാധനയും. നീ എന്തോ കേട്ടോണ്ടാ ഇത് ആരാധിക്കുന്നത്, നീ എന്തോ കേട്ടോണ്ടാ ഈ സ്തോത്രം പറഞ്ഞത്, നീ എന്തോ കേട്ടിട്ടാ ഈ കണ്ണുനീരൊഴിക്കുന്നത്. നിനക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? ഇത് വഞ്ചകനാ, നിന്നെ വഞ്ചിക്കുക.
നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം അനുസരിച്ചുള്ള ദൂത് നീ കേട്ടു. അത് കേട്ടോണ്ടാണോ ഈ തുള്ളുന്നത്? ആണോ? യഹോശാഫാത്തിന് മനസ്സിലായി, എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ കേൾക്കുന്നതെല്ലാം ദൈവം തന്നെ സംസാരിക്കാന്ന ഞാൻ തോന്നിപ്പോകുന്നത്. ആരാധിച്ചോ, തുള്ളിക്കോ. യഹോശാഫാത്ത് പറയുന്നത്, ഇവന്മാര് വഞ്ചകന്മാരാ, എനിക്ക് ദൈവത്തിന്റെ പ്രവാചകനാ വേണ്ടിയത്. എൻ്റെ ഉള്ളിൽ ആത്മാർത്ഥമായി ദൈവഹിതം മാത്രം മതി എന്ന് പറഞ്ഞ് ആഗ്രഹമുള്ളവർക്ക് മാത്രമേ പിടികിട്ടത്തുള്ളൂ. ഈ പ്രസംഗം കേട്ടത് ഇത് വഞ്ചനയാ, ഇത് ദൈവശബ്ദമല്ല, മനുഷ്യന്റെ ജ്ഞാനമാ, സാത്താന്റെ ശബ്ദമാ ഞാൻ കേൾക്കുന്നത്. അത് സകല സത്യത്തിലും നടത്തുവാൻ ദൈവാത്മാവ് കൂടെ ഉള്ളപ്പം ദൈവം നോക്കുന്നത് ദൈവഹിതം മാത്രം മതിയോ, അതോ എൻ്റെ ആഗ്രഹം അനുസരിച്ചുള്ള വചനമാണോ? അടുത്തത് നമുക്ക് വായിക്കാം, അതിന്റെ താഴെ നമുക്ക് വായിക്കാം, അതിന്റെ എട്ടാം വാക്യം. അതിന് ഇസ്രായേൽ രാജാവ് അന്നേരം ഇസ്രായേൽ രാജാവ് യഹോശാഫാത്തിനോട്, നാം യഹോവയോട് അരുളപ്പാട് ചോദിപ്പാൻ തക്കവണ്ണം ഇനി ഇമ്ലയുടെ മകനായ മീഖായാവ് എന്നൊരുത്തൻ ഉണ്ട്. എന്നാൽ അവൻ എന്നെക്കുറിച്ച് ഗുണമല്ല ദോഷം തന്നെ പ്രവചിക്കുന്നത് കൊണ്ട് എനിക്ക് അവനോട് ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. രാജാവ് അങ്ങനെ പറയരുതേ എന്ന് യഹോശാഫാത്ത് പറഞ്ഞു. ഇനി ആഹാബ് പറയുന്നത് ആ വാക്കുകളൊന്ന് ശ്രദ്ധിച്ചേ. ഈ 400 കേട്ട മതിയില്ലയോ? ഒരുത്തനുണ്ട്, പക്ഷെ എനിക്ക് അവനെ ഇഷ്ടമല്ല. അവൻ ഒരിക്കലും എന്നെ കുറിച്ച് ഗുണം പറയത്തില്ല. അവന്റെ പിതാവിന്റെ പേര് എനിക്കറിയാം, ഇംലായ. അവന്റെ മോന മീഖായ. അവനെ ഞാൻ കാരാഗ്രഹത്തിൽ ഇട്ടേക്കുക. കാരണം അവൻ പറയുന്നത് ഒരിക്കലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, അകത്ത് ഇഷ്ടപ്പെടുത്തില്ലെന്നേ. എനിക്ക് 400 ഇഷ്ടം, ഇവർക്ക് കൂലിക്ക് നിർത്തിയേക്കുക. എൻ്റെ ആഗ്രഹം അനുസരിച്ച് പ്രസംഗിക്കുന്നതാ. അങ്ങനെ ഇല്ലയോ ഇന്നത്തെ മോഡേൺ പ്രവാചകന്മാരും പ്രാസംഗ്യന്മാരും? നമ്മൾ ആഗ്രഹിക്കുന്ന ആ രീതിയിൽ, കൃത്യമായ രീതിയിൽ ദൂത് നമുക്ക് പറഞ്ഞു തരും. അവർക്കറിയാം, ഇംഗ്ലീഷിൽ പറയാം, ഓൺ വിച്ച് സൈഡ് ഓഫ് ദ ബ്രെഡ് ഹാസ് ടു ബി ബട്ടേർഡ്. അവർക്കറിയാം ഈ ബ്രെഡിന്റെ ഏത് സൈഡിലാണ് ബട്ടർ തേക്കേണ്ടത്. അവർക്കറിയാം ഈ ജനത്തെ എങ്ങനെ പ്രസാദിക്കണം, ഇവരെ സന്തോഷിപ്പിക്കേണ്ടായ അച്ചായനും അമ്മാമ്മമാർ ഇല്ലയോ? ഇവരൊന്ന് ഒന്ന് കാണണം. തുള്ളണമെങ്കിൽ അന്ന് ഇവർക്ക് പ്രസാദമുള്ള വചനം അങ്ങ് വിളമ്പിയാൽ മതിയെന്ന് തുള്ളുന്നെ കാണാം. അതിനാ ഇവർ പറയുന്നേ വലിയ ഉണർവായിരുന്നു. പക്ഷെ എൻ്റെ ആഗ്രഹം അനുസരിച്ച് പ്രസംഗിച്ചില്ലെങ്കിൽ ആഹാ, ഇവരുടെ പ്രസംഗവും വേണ്ട, ഇവരുടെ കൂട്ടായ്മയും വേണ്ട. അതാ മീഖായയുടെ ശുശ്രൂഷ. ഇവൻ പറയുന്നത് ഒന്നും എൻ്റെ ഗുണത്തിന് ഇവൻ പറയത്തില്ല, മീഖായ പറയത്തില്ല. രാജാവിന് അറിയാം, മീഖായയുടെ ശുശ്രൂഷ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇഷ്ടപ്പെടുന്നില്ല. അതാ ശരിയായിട്ടുള്ള ദൈവത്തിന്റെ അഭിഷക്തന്മാർ ശുശ്രൂഷിക്കുമ്പോൾ പാപം വാഴുന്ന ഒരു വ്യക്തിക്ക് അത് ദഹിക്കത്തില്ല. സ്വന്തം ആഗ്രഹങ്ങളും മോഹങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് കണ്ടുകൂടാ ഇങ്ങനത്തെ ദൈവദാസിമാരെ. കാരണം അകത്ത് വാഴുന്നത് പാപമാ. അതിന്റെ അടയാളം ആഗ്രഹങ്ങളും മോഹങ്ങളുമാ. ഇനി അടുത്തത് അതിന്റെ 9ാമത്തെ വാക്യം, 9 തൊട്ട് താഴെ നമുക്ക് വായിക്കാം, 9 onwards. അങ്ങനെ ഇസ്രായേൽ രാജാവ് ഒരു ഷണ്ഡനെ വിളിച്ചു ഇമ്ലയുടെ മകനായ മീഖായാവെ വേഗത്തിൽ കൂട്ടിക്കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. ഇസ്രായേൽ രാജാവും യഹൂദ രാജാവായ യഹോശാഫാത്തും രാജവസ്ത്രം ധരിച്ച് ശമരിയയുടെ പടിവാതിൽ പ്രവേശനത്തിങ്കൽ ഒരു വിശാല സ്ഥലത്ത് സിംഹാസനത്തിലിരുന്നു. പ്രവാചകന്മാരൊക്കെയും അവരുടെ സന്നിധിയിൽ പ്രവചിച്ചുകൊണ്ടിരുന്നു. വലിയ കൂട്ടായ്മ, വലിയ ഉണർവ് നടക്കുക. പ്രവാചകന്മാർ പ്രവചിച്ചുകൊണ്ടിരിക്കുക. അടുത്തത് കെനയയുടെ
മകനായ സിദക്കിയാവ് തനിക്ക് ഇരുമ്പുകൊണ്ട് കൊമ്പുണ്ടാക്കി, ഇവ കൊണ്ട് നീ അരാമ്യരെ അവർ ഒടുങ്ങും വരെ കുത്തിക്കളയും എന്നിപ്രകാരം യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. പ്രവാചകന്മാരൊക്കെയും അങ്ങനെ തന്നെ പ്രവചിച്ചു. ഗിലെയാദിലെ രാമോത്തിലേക്ക് പുറപ്പെടുക, നീ കൃതാർത്ഥനാകും, യഹോവ അത് രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കും എന്ന് പറഞ്ഞു. മീഖായാവെ വിളിപ്പാൻ പോയ ദൂതൻ അവനോട്, നോക്കൂ, പ്രവാചകന്മാരുടെ വാക്കുകൾ ഒരുപോലെ രാജാവിന് ഗുണമായിരിക്കുന്നു. നിന്റെ വാക്കും അവരിൽ ഒരുത്തൻ്റേതുപോലെ ഇരിക്കണം. നീയും ഗുണമായി പറയണമേ എന്ന് പറഞ്ഞു. അതിന് മീഖായാവ്, യഹോവയാണേ, യഹോവ എന്നോട് അരുളി ചെയ്യുന്നത് തന്നെ ഞാൻ പ്രസ്താവിക്കും എന്ന് പറഞ്ഞു. സോ മീഖായാവിനെ ആളിനെ അയച്ചു, ഷണ്ണനെ അയച്ചു കൊണ്ടുവരിക. എനിക്കിഷ്ടമല്ല ഇവന്റെ പ്രസംഗമൊക്കെ കേൾക്കാൻ. പക്ഷേ യെഹോശാഫാത്തെ നീ പറയുന്നോണ്ട് കൊണ്ടുവരിക. വരുമ്പോൾ ഈ ഷണ്ണൻ പറയുക, ഓർത്തുകൊള്ളണം, പണ്ടത്തെ പോലെ ഒന്നും പ്രസംഗിക്കല്ലേ. മറ്റവർ പ്രസംഗിക്കുന്ന അതുപോലെ തന്നെ അങ്ങ് മറ്റവർ പ്രവചിക്കുന്ന പോലെ നീ അങ്ങ് പ്രവചിച്ചാൽ മതി. 2 രാജാക്കന്മാരായിരിക്കുന്നേ, അവരെ വേദനിപ്പിക്കല്ലേ. നിന്റെ സ്വരം അവരുടെ കൂടെ ചേരണം. പ്രഷറാ, അവരെ വേദനിപ്പിക്കല്ലേ. ഇന്നത്തെ കാലത്ത് വിശ്വാസികളെ വേദനിപ്പിക്കാൻ കഴിയത്തില്ല. അവരോട് യാഥാർത്ഥ്യം പറയാൻ കഴിയത്തില്ല. അതും പറഞ്ഞാൽ ആരാധനയുടെ ഇടയ്ക്ക് എഴുന്നേറ്റ് പോകുന്ന ഒരു കാലമായത്. സത്യം പറയാൻ ഒക്കത്തില്ല. പറഞ്ഞോ, ആൾക്കാർ ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ വ്യാജം പറഞ്ഞോ, തുള്ളാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുക. വ്യാജം പറഞ്ഞോ, ഞങ്ങളെ വഞ്ചിച്ചോ, പക്ഷെ സത്യം ഞങ്ങളോട് പറയല്ലേ. ഞങ്ങളെ വഞ്ചിക്കണോ, ഞങ്ങൾ പ്ലെയിൻ ടിക്കറ്റ് അയക്കാം, ഫസ്റ്റ് ക്ലാസിന്റെ സീറ്റ് തരാതെ, ഇഷ്ടം പോലെ പൈസയും തരാം, പക്ഷെ സത്യം ഞങ്ങളോട് പറയല്ലേ. മീഖായാവ് പറയുന്നത്, ദൈവം എന്നോട് എന്തോ പറയുന്നു അതുപോലെ തന്നെ ഞാൻ പറയും. നീ വചനം കേൾക്കുന്ന കർത്താവിന്റെ ദാസന്മാർ ദാസിമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, എന്റെ തീരുമാനം എന്താ? വിശ്വാസികളെ പ്രസാദിപ്പിക്കണോ? അതിന് ഒറ്റ ഒരു കാര്യം ചെയ്താൽ മതി, ഒരു തീരുമാനം എടുത്താൽ മതി. വചനം എന്തോ വേണമെങ്കിലും പറഞ്ഞോട്ടെ, എനിക്ക് ഇതല്ല വിഷയം. എനിക്ക് എൻ്റെ മക്കളുടെ പഠിത്തവും അവരുടെ കല്യാണവും ബാക്കി കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ. ഞാൻ ഈ സത്യവചനം പ്രസംഗിച്ചുകൊണ്ടിരുന്ന ഒറ്റ ആത്മാവ് എൻ്റെ കൂട്ടായ്മയെ കാണത്തില്ലെന്നേ. അങ്ങനെയാണെങ്കിൽ എൻ്റെ മക്കളുടെ കല്യാണം എങ്ങനെ നടക്കും? എനിക്ക് വണ്ടിയും കാര്യങ്ങളെല്ലാം വേണ്ടായോ? ഈ പാഴ്സനേജ് എത്ര ദിവസം നിൽക്കും? എനിക്കിവിടെ നിൽക്കണ്ടായോ? എന്നാ ഒരു കാര്യം ചെയ്യാം, ഈ വചനം പറയുന്നേ ഒന്ന് മാറ്റി വെച്ചിട്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഇതിനെ അങ്ങ് ആൾക്കാരുടെ മുമ്പ് വിളമ്പാം. ആരെയും വേദനിപ്പിക്കണ്ടായാലോ. അല്ലെങ്കിൽ ചിലപ്പം ട്രാൻസ്ഫർ ആയിരിക്കും, കാട്ടിലായിരിക്കും എന്നെ എറിയുന്നത്. എനിക്കും കുടുംബമുണ്ടല്ലോ. സോ അച്ചായന്മാരെ അമ്മാമ്മമാരെ പ്രസാദിപ്പിക്കുന്ന രീതിയിൽ ഈ വചനം അങ്ങ് വിളമ്പാം. ഇതിൽ ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ. ഒരു തീരുമാനമെടുത്താൽ മതി. ഈ ശത്രുവിൻ്റെ കോട്ടയിൽ ഈ ശത്രു തന്നെ നമ്മളെ നിയന്ത്രണത്തിന് എടുക്കും. പിന്നെ ഒരു അഭിഷേകം കിട്ടും, അത്ഭുതങ്ങളും നടക്കാൻ തുടങ്ങും, പ്രവചിക്കാനും തുടങ്ങും. പക്ഷെ അകത്ത് വേറെ ഒരുത്തൻ വന്നു കഴിഞ്ഞു. ഈ ലോകത്തിന്റെ പ്രഭു. ഇനി അവന്റെ ശുശ്രൂഷ നമ്മളെ കൊണ്ട് ചെയ്തെടുപ്പിക്കും. ഒരു തീരുമാനം മതി, ഒരാഗ്രഹം മതി. ഞാൻ എന്നെ തന്നെ ശോധന ചെയ്യേണ്ടി, എൻ്റെ അകത്ത് ആഗ്രഹങ്ങൾ വല്ലതും കയറി വരുന്നുണ്ടോ? എൻ്റെ ഹിതം. മീഖായായി പറയുന്നത്, ദൈവം എന്നോട് പറയുന്നത് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. അടുത്തത് അതിന്റെ 14 തൊട്ട് 15 തൊട്ട്. അവൻ രാജാവിന്റെ അടുക്കൽ വന്നപ്പോൾ രാജാവ് അവനോട്, മീഖായാവേ, ഞങ്ങൾ ഗിലെയാദിലെ രാമോത്തിലേക്ക് യുദ്ധത്തിന് പോകുകയോ പോകാതിരിക്കുകയോ എന്തു വേണ്ടു എന്ന് ചോദിച്ചു. അതിന് അവൻ, പുറപ്പെടുവിൻ, നിങ്ങൾ കൃതാർത്ഥരാകും, യഹോവ അത് രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് പറഞ്ഞു. രാജാവ് അവനോട്, നീ യഹോവയുടെ നാമത്തിൽ സത്യമല്ലാതെ യാതൊന്നും എന്നോട് പറയരുത്.
പറയരുതെന്ന് എത്ര പ്രാവശ്യം ഞാൻ നിന്നോട് സത്യം ചെയ്തു പറയണമെന്ന് ചോദിച്ചു. ഇനിയും ഇവിടെ അടുത്തത് മീഖായാവ് വന്നു. ആഹാബ് ചോദിക്കുക, മീഖായാവ് മറ്റേർ പറയുന്ന പോലെ തന്നെ പറഞ്ഞല്ലോ, രാജാവേ പൊയ്ക്കോ. പക്ഷെ ആഹാബിനെ പിടികിട്ടി, ഈ മീഖായ ഇത് പറയുന്നത് ഇതിൽ സത്യമില്ല. അതെങ്ങനെ? യഹോശാഫാത്ത് അല്ല, ആഹാബാ പറയുന്നത്. മീഖായാവേ, ഞാൻ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞതാ നീ സത്യം പറയണം. അവിശ്വാസിക്കും അറിയാം ഇത് ഈ പ്രവാചകൻ പറയുന്നത് ഇത് സത്യമല്ല. പക്ഷേ ഹൃദയത്തെ പാപത്തിനു വേണ്ടി വിട്ടതാ. സോൾഡ് their soul for sin. പാപത്തിനു വേണ്ടി വിൽപ്പന ചെയ്തു കഴിഞ്ഞു. പാപിക്കും അറിയാം ഇത് സത്യമല്ല. പക്ഷെ താൽക്കാലിക സുഖത്തിനു വേണ്ടി ആഹാബ് പറയുന്നത് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാ. മീഖായാവ് പറയുന്നത് തന്നെ കേട്ടപ്പം ആഹാബിനെ പിടികിട്ടി. ദൈവത്തിന്റെ പ്രവൃത്തിയൊന്ന് നോക്കിക്കേ. ഞാൻ കേൾക്കുന്ന വചനം എൻ്റെ ഹൃദയത്തിന്റെ ആഗ്രഹപ്രകാരമാണോ? സത്യമാണോ? ഒരു അന്യജാതിക്ക് മനസ്സിലായാൽ വിശ്വാസിക്ക് പിടികിട്ടുന്നില്ല. ദൈവത്തിന്റെ ശത്രുവായ ആഹാബിനെ പിടികിട്ടി മീഖായ പ്രവചിക്കുന്നത് സത്യമല്ല. നമുക്ക് പിടികിട്ടുന്നില്ലയോ? എന്താ? അന്നേരം മീഖായാവ് രാജാവ് ഇത് പറഞ്ഞപ്പം സത്യം കേൾക്കണോ? എന്നാ ഇതാ സത്യം. 17-ാമത്തെ വാക്യം. അതിന് അവൻ, ഇടയനില്ലാത്ത ആടുകളെ പോലെ ഇസ്രായേലൊക്കെയും പർവ്വതങ്ങളിൽ ചിതറിയിരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ യഹോവ, ഇവർക്ക് നാഥനില്ല, അവർ ഓരോരുത്തൻ താന്താന്റെ വീട്ടിലേക്ക് സമാധാനത്തോടെ മടങ്ങിപ്പോകട്ടെ എന്ന് കൽപ്പിച്ചു എന്ന് പറഞ്ഞു. 18. അപ്പോൾ ഇസ്രായേൽ രാജാവ് യഹോശാഫാത്തിനോട്, ഇവൻ എന്നെക്കുറിച്ച് ദോഷമല്ലാതെ ഗുണം പ്രവചിക്കയില്ലെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. ഇവിടെ നോക്കിക്കേ, കാര്യം പറഞ്ഞപ്പം ആഹാബ് പറഞ്ഞു, കണ്ടില്ലയോ, ഇവൻ ഒരിക്കലും എന്നെ കുറിച്ച് നന്മ പറയത്തില്ല. ഇദ്ദേഹത്തിന്റെ വചന ശുശ്രൂഷ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഞങ്ങളുടെ ഇന്നത്തെ കാലത്ത് പോലല്ല ഇത്. ഇന്ന് കാലം മാറി. അതാണോ നമ്മുടെ ചിന്ത? മീഖായാവേ, നീ എന്താ നിന്റെ സ്വരം മാറ്റാത്തെ? യഹോവ തന്ന ദൂത് അങ്ങനെ തന്നെ അറിയിക്കും. യുദ്ധത്തിൽ പോകണ്ട, വീട്ടിൽ പോകാൻ പറഞ്ഞു. എല്ലാരോടും വീട്ടിൽ പോകാൻ പറഞ്ഞു. ഇനി അടുത്തത് ശ്രദ്ധിക്കണം. 19 തൊട്ട് താഴെ വായിക്കാം. വേഴ്സ് 19 onwards. അതിന് അവൻ പറഞ്ഞത്, എന്നാൽ നീ യഹോവയുടെ വചനം കേൾക്ക. യഹോവ തന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നതും സ്വർഗത്തിലെ സൈന്യമൊക്കെയും അവന്റെ അടുക്കൽ വലത്തും ഇടത്തും നിൽക്കുന്നതും ഞാൻ കണ്ടു. ആഹാബ് ചെന്ന് ഗിലെയാദിലെ രാമോത്തിൽ വെച്ച് പട്ടുപോകത്തക്കവണ്ണം അവനെ ആർ വശീകരിക്കുമെന്ന് യഹോവ ചോദിച്ചതിന് ഒരുത്തൻ ഇങ്ങനെയും ഒരുത്തൻ അങ്ങനെയും പറഞ്ഞു. എന്നാരെ ഒരു ആത്മാവ് മുമ്പോട്ട് വന്ന് യഹോവയുടെ സന്നിധിയിൽ നിന്നു, ഞാൻ അവനെ വശീകരിക്കുമെന്ന് പറഞ്ഞു. ഏതിനാൽ എന്ന് യഹോവ ചോദിച്ചതിന് അവൻ, ഞാൻ പുറപ്പെട്ട് അവന്റെ സകല പ്രവാചകന്മാരുടെയും വായിൽ ഭോഷ്കിന്റെ ആത്മാവായിരിക്കുമെന്ന് പറഞ്ഞു. നീ അവനെ വശീകരിക്കും, നിനക്കു സാധിക്കും, നീ ചെന്ന് അങ്ങനെ ചെയ്യുക എന്ന് അവൻ കൽപ്പിച്ചു. ആകയാലിതാ യഹോവ ഭോഷ്കിന്റെ ആത്മാവിനെ നിന്റെ ഈ സകല പ്രവാചകന്മാരുടെയും വായിൽ കൊടുത്തിരിക്കുന്നു. യഹോവ നിന്നെക്കുറിച്ച് അനർത്ഥം കൽപ്പിച്ചുമിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ കെനയനിയുടെ മകനായ ഇത്രയും മതി. ഇനിയും ശ്രദ്ധിക്കേണ്ടത്, മീഖായാവ് ആഹാബിനോട് പറയുന്ന ഈ വിഷയം ഇത് സത്യമാണോ? സ്വർഗത്തിൽ ഇങ്ങനെയൊക്കെയാണോ നടക്കുന്നത്? അതോ ഇത് ഒരു പാരബിൾ, ഒരു ദൃഷ്ടാന്തമാണോ പറഞ്ഞത്? അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറഞ്ഞ സാർക്കാസം, അതിന് മലയാളം വേർഡ് എനിക്കറിയുന്നില്ല. ഇവിടെ ഇങ്ങനെയാണോ സ്വർഗത്തിൽ സംഭവിക്കുന്നത്?
സ്വർഗസ്ഥനായ പിതാവ് ആകെ ഭാരപ്പെട്ടിരിക്കുക. പിശാചുകളെ എല്ലാം വിളിച്ചിട്ടുണ്ട്, ഭൂതങ്ങളെയും വിളിച്ചിട്ടുണ്ട്, ദൂതന്മാരെയും വിളിച്ചിട്ടുണ്ട്, സങ്കടപ്പെട്ടിരിക്കുക. എന്താ വിഷയം? ഈ അഹാബിനെ ഒന്ന് കൊല്ലണമല്ലോ, എനിക്ക് ഒരു ഐഡിയയും ഇല്ല, ഇവനെ എങ്ങനെയെങ്കിലും ഒന്ന് വശീകരിക്കണം, ഇവനെ ഒന്ന് തകർക്കണം, എൻ്റെ ഐഡിയാസ് എല്ലാം അങ്ങ് ഫെയിലായി, ഇവൻ ഭയങ്കരനാ, ഇനി നിങ്ങളൊന്ന് ഐഡിയ പറഞ്ഞു തന്നെ, ഇവനെ എങ്ങനെ നശിപ്പിക്കണം. അന്നേരം ഭൂതങ്ങൾ ഓരോന്ന് എഴുന്നേറ്റ് ഐഡിയാസ് പറയാ. ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ, ഒരുത്തൻ അങ്ങനെയും വേറെ ഒരുത്തൻ ഇങ്ങനെയും പറഞ്ഞു. അന്നേരം അതിൽ കഴിവുള്ളവൻ പറയുന്നത്, എനിക്കറിയാം, സർവജ്ഞാനിയായ ദൈവമേ, നിനക്കറിയത്തില്ലെങ്കിലും എനിക്കറിയാം, ഞാൻ ഭൂതമാണെങ്കിലും എനിക്കറിയാം, നിനക്കറിയാത്ത കുറെ കാര്യങ്ങൾ എനിക്കറിയാം, ഞാൻ ചെന്ന് ഇവരുടെ പ്രവാചകന്മാരുടെ വായിലിരുന്നോളാം, വ്യാജത്തിന്റെ ആത്മാവ്. അന്നേരം ദൈവം പറഞ്ഞേ, അതൊരു നല്ല കാര്യമാണല്ലോ, എനിക്ക് ഈ ബുദ്ധി തെളിഞ്ഞില്ല ഇതുവരെ, നിനക്ക് തെളിഞ്ഞല്ലോ, നീ ഇവിടെ ഇരിക്കുന്നത് നല്ലതാ, എനിക്ക് നിന്റെ സഹായം വേണം, എന്നാ ഞാൻ അനുഗ്രഹിക്കാം, നീ അങ്ങ് പോ. സോ സർവശക്തനായ ദൈവം ഭൂതത്തിന്റെ കാര്യം കേട്ട് ഭൂതത്തിന്റെ സഹായം എടുത്ത് ഭൂതത്തെ അനുഗ്രഹിക്കുക. അങ്ങനെയല്ലയോ നമ്മൾ വായിക്കുമ്പോൾ തോന്നിപ്പോകുന്നത്? അങ്ങനെയാണോ? സർവശക്തനായ ദൈവത്തിന് ദൂതന്മാരും ഭൂതങ്ങളുടെ സഹായം വേണോ? വായിച്ചേ, യെശയ്യാവ് 40:13, ഐസയ 40:13. യെശയ്യാവ് 40:13. യഹോവയുടെ മനസ്സ് ആരാഞ്ഞറിയുകയോ അവന് മന്ത്രിയായി അവന് ഗ്രഹിപ്പിക്കുകയോ ചെയ്തവനാർ? ആര്? യഹോവയുടെ മന്ത്രി ആര്? റോമർ 11:33-34, റോമൻസ് 11:33-34, റോമർ 11:33-34. ഹാ, ദൈവത്തിന്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ, അവന്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അവന്റെ വഴികൾ എത്ര അഗോചരവുമാകുന്നു. കർത്താവിന്റെ മനസ്സ് അറിഞ്ഞവൻ ആർ? അവന് മന്ത്രിയായിരുന്നവൻ ആർ? സോ ഇവിടെ ഈ 2 വാക്യം, ദൈവത്തിന് മന്ത്രി ആര്? ഇതിവിടെ പറയുന്ന സംഭവം സ്വർഗത്തിലെ സംഭവമല്ല, ഇതൊരു ദൃഷ്ടാന്തമാ. വിഷയം അഹാബിനെ അറിയിക്കുക, ഇതാ സംഭവം, ഈ നിന്റെ 400 പ്രവാചകന്മാർ നിന്നെ വഞ്ചിക്കാൻ വേണ്ടി വന്നതാ, ദൈവം അനുവദിച്ചതാ, കാരണം നിനക്ക് ദൈവഹിതം വേണ്ട. നമ്മളോടും ദൈവം അങ്ങനെ തന്നെയാണോ ചെയ്യുന്നത്? ചെവിയുള്ളവൻ ശ്രദ്ധിച്ചു കേട്ടോണം. എൻ്റെ ഹൃദയത്തിന്റെ ആഗ്രഹം അനുസരിച്ച് ഈ പ്രസംഗിക്കുന്നതും ഈ ദൂത് പറയുന്നതും ദൈവത്താൽ അയച്ച വ്യാജത്തിന്റെ ആത്മാവാണോ? ഞാനത് കേട്ട് ദൈവത്തെ സ്തുതിക്കുമല്ലയോ? മീഖായാവ് ഈ വിഷയം പറഞ്ഞ ഉടനെ തന്നെ സെദെക്യാവ് ചെയ്തത് എന്താ? അടുത്ത വാക്യം, സെദെക്യാവ് എന്തുവാ ചെയ്യുന്നേ? 24-ാമത്തെ വാക്യം. അപ്പോൾ കെനയനയുടെ മകനായ സിദെക്കിയാവ് അടുത്തു ചെന്ന് മീഖായാവിന്റെ അച്ചുകെട്ട് അടിച്ചു. നിന്നോട് അരുളി ചെയ്യുവാൻ യഹോവയുടെ ആത്മാവ് എന്നെ വിട്ട് ഏത് വഴിയായി കടന്നു വന്നു എന്ന് ചോദിച്ചു. അതിന് മീഖായാവ്, നീ ഒളിപ്പാനായിട്ട് അറ തേടി നടക്കുന്ന ദിവസത്തിൽ നീ കാണുമെന്ന് പറഞ്ഞു. ഇവിടെ സെദെക്യാവ് മീഖായാവെ അടിക്കുക. സത്യമായിട്ട് വചനം പറയുന്നവരെ ഇന്നത്തെ പ്രവാചകന്മാരും പ്രാസംഗ്യന്മാർക്ക് ദഹിക്കത്തില്ല. അവർ പല്ല് കടിച്ചുകൊണ്ടായിരിക്കുന്നത്. നീ പറയുന്ന ദൂതാണെങ്കിൽ ഞങ്ങളുടെ അകത്തെ ആത്മാവ് നിന്റെ അടുത്ത് എപ്പം വന്നേ? അതിനൊരു സമയമുണ്ട്, അന്നേരം അറിയും ആത്മാവ് എപ്പോഴാ വന്നത്. അടുത്തത് 27-ാമത്തെ വാക്യം.
26. 26 അപ്പോൾ ഇസ്രായേൽ രാജാവ് പറഞ്ഞത്, ഇസ്രായേൽ രാജാവ് പറഞ്ഞത്, മിഖായാവെ പിടിച്ച് നഗരാധിപതിയായ ആമോന്റെയും രാജകുമാരനായ യോവാശിന്റെയും അടുക്കൽ കൊണ്ടുചെന്ന് ഇവനെ കാരാഗൃഹത്തിലാക്കി ഞാൻ സമാധാനത്തോടെ വരുവോളം ഞെരുക്കത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളവും കൊടുത്ത് പോഷിപ്പിക്കേണ്ടതിന് രാജാവ് കൽപ്പിച്ചിരിക്കുന്നു എന്ന് അവരോട് പറക. ആഹാ അതിന്റെ താഴെ അതിന് മീഖായാവ്, നീ സമാധാനത്തോടെ മടങ്ങി വരുന്നുണ്ടെങ്കിൽ യഹോവ എന്നെ കൊണ്ട് അരുളി ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. സകല ജാതികളുമായുള്ളവരെ കേട്ടുകൊള്ളുവിൻ എന്നും അവൻ പറഞ്ഞു. ഇതാ അഭിഷേകം. അന്യഭാഷ പറയുന്നതും രോഗികളെ സൗഖ്യമാക്കുന്നതും അത്ഭുത പ്രവൃത്തികൾ ചെയ്യുന്നതും അതല്ല അഭിഷേകം. ധൈര്യത്തോടെ സത്യത്തിനു വേണ്ടി നിൽക്കാൻ ദൈവത്തിന്റെ സന്ദേശം ഒരു കളങ്കമില്ലാതെ പറയുന്നതാ അഭിഷേകം, ആ അധികാരം. നീ ജീവനോടെ വരുവാണെങ്കിൽ, ഇംഗ്ലീഷിലാണെങ്കിൽ ഇഫ് ദൗ റിട്ടേൺ, എനിക്ക് ഉറപ്പുണ്ടെന്നേ, ഞാൻ കേട്ടത് ഒരു ഭൂതത്തിനല്ല, ദൈവത്തിന്റെ ശബ്ദം അങ്ങനെ തന്നെ അറിയിക്കുകയെന്ന് എനിക്ക് ആ പ്രാഗൽഭ്യമുണ്ട്. എനിക്ക് ജനം വേണ്ട, എനിക്ക് ആൾക്കാരുടെ മഹത്വം വേണ്ട, അവരുടെ പുകഴ്ച വേണ്ട, അവരുടെ സ്വീകരണം എനിക്ക് വേണ്ട. ഏകനായി നിൽക്കുവാണെങ്കിലും എനിക്ക് ദൈവത്തിന്റെ സന്ദേശത്തിന്റെ അപ്പുറത്തോ ഇപ്പുറത്തോ ഞാൻ മാറത്തില്ല. നീ മടങ്ങി വന്നാൽ എന്നോട് സംസാരിച്ച ദൈവമല്ല. അതാ അഭിഷേകം, അതാ അധികാരം. ദുഃഖത്തിന്റെ അപ്പം തിന്നണോ? തിന്നോളാം. നീ മടങ്ങി വരുന്നവരെ ഞാൻ എപ്പോഴും അത് തിന്നാൻ എനിക്ക് ഒരുക്കമുണ്ട്. കാരാഗ്രഹത്തിൽ പോയി താമസിക്കണോ? ഒരുക്കമുണ്ട്. ദൈവം തരുന്നതിൻ്റെ അപ്പുറത്ത് ഒരു വാക്ക് പറയത്തില്ല. ഇനി അടുത്തത് അതിൻ്റെ 29 തൊട്ട് നമുക്ക് വായിക്കാം. Verse 29 onwards. അങ്ങനെ ഇസ്രായേൽ രാജാവും യഹൂദ രാജാവ് യഹോശാഫാത്തും ഗിലെയാദിലെ രാമോത്തിലേക്ക് പോയി. ഇസ്രായേൽ രാജാവ് യഹോശാഫാത്തിനോട്, ഞാൻ വേഷം മാറി പടയിൽ കടക്കും, നീയോ രാജവസ്ത്രം ധരിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. ഇവിടെ ഒന്നിന്നേ, യഹോശാഫാത്തേ, ഈ കുടുക്കിൽ നിനക്കും വീണോ? മീഖായാവ് പറഞ്ഞത് നീ കേട്ടില്ലയോ? നീ തന്നെ ഇല്ലയോ പറഞ്ഞ ദൈവത്തിന്റെ ഹിതം വേണമെന്ന്? ദൈവത്തിന്റെ അരുളപ്പാട് കേട്ടിട്ടും നീ യുദ്ധത്തിന് പോവാനോ? എന്തോ ചെയ്യാനാ? അമ്മായിപ്പനില്ലയോ? അങ്ങനെ കുറെ പേർ കുടുങ്ങിക്കിടപ്പുണ്ട്. രക്ഷപ്പെട്ട് വീട്ടിൽ വന്നാൽ ഭാഗ്യം. പൊയ്ക്കോ. രാജാവ് ആഹാബ് വേഷം മാറി, നിനക്ക് വേഷം മാറാൻ കഴിയത്തില്ല. ആഹാബിന് വേഷം മാറാന്ന് അതവന്റെ സ്വഭാവമാ. അടുത്തത് വേഷം മാറി. അടുത്തത് അങ്ങനെ ഇസ്രായേൽ രാജാവ് വേഷം മാറി പടയിൽ കടന്നു. 31. എന്നാൽ അരാം രാജാവ് തന്റെ 32 രഥനായകന്മാരോട്, ഞങ്ങൾ ഇസ്രായേൽ രാജാവിനോട് മാത്രമല്ലാതെ ചെറിയവരോടോ വലിയവരോടോ യുദ്ധം ചെയ്യരുത് എന്ന് കൽപ്പിച്ചിരുന്നു. ആകയാൽ രഥനായകന്മാർ യഹോശാഫാത്തിനെ കണ്ടപ്പോൾ ഇവൻ തന്നെ ഇസ്രായേൽ രാജാവ് എന്ന് പറഞ്ഞ് അവനോട് പൊരുതുവാൻ തിരിഞ്ഞു. എന്നാൽ യഹോശാഫാത്ത് നിലവിളിച്ചു. അവൻ ഇസ്രായേൽ രാജാവല്ല എന്ന് രഥനായകന്മാർ കണ്ടിട്ട് അവനെ വിട്ടു മാറിപ്പോന്നു. നിലവിളിക്കേണ്ടി ഗതികേട് എത്തി. നിലവിളിച്ചില്ലായിരുന്നെങ്കിൽ യഹോശാഫാത്തേ, നീ പോയതാ, നീ രക്ഷപ്പെട്ടു. ദൈവാത്മാവ് സംസാരിക്കുക. ഇന്ന് കുറെ യഹോശാഫാത്തുമാരുണ്ട്. ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കിയിട്ടും മറ്റവരുടെ നിർബന്ധ കാരണം യുദ്ധക്കളത്തില അലറുക. രക്ഷപ്പെടാമായിരുന്നല്ലോ. അടുത്തത് 33. അവൻ ഇസ്രായേൽ രാജാവല്ല എന്ന് രഥനായകന്മാർ കണ്ടിട്ട് അവന് വിട്ടു മാറിപ്പോന്നു. എന്നാൽ ഒരുത്തൻ എതിർച്ചയ വില്ലു കുലിച്ച് ഇസ്രായേൽ രാജാവിനെ കവചത്തിനും പതക്കത്തിനും ഇടയ്ക്ക് എയ്തു. അവൻ തന്റെ സാരഥിയോട്, നിന്റെ കൈ തിരിച്ച് എന്നെ പടയിൽ നിന്ന് കൊണ്ടുപോകാം, ഞാൻ കഠിനമായി മുറിവേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ നിന്നേ,
ആ വാക്യം ഒന്നുകൂടെ ഇംഗ്ലീഷിലാണെങ്കിൽ ആൻഡ് എ സർട്ടൻ മാൻ ഡ്രൂ എ ബാവ് അറ്റ് എ വെഞ്ചർ. എന്നാൽ ഒരുത്തൻ ഒരുത്തൻ എതിരിശ്യ അദൃശ്യ വില്ലു കുലച്ച് ഇസ്രായേൽ രാജാവിനെ കവചത്തിനും പതക്കത്തിനും ഇടയ്ക്ക് എയ്തു. അതിന്റെ അർത്ഥം ഒരു വ്യക്തി ആഹാബിനെ നോക്കിയല്ല വില്ലെടുത്ത് ഈ അമ്പ് അയക്കുന്നത്. അറിയാതെ ഒന്ന് ചിന്തിച്ചേ. ഈ വ്യക്തി ചിന്തിച്ചു കാണും, ഒരു അമ്പുണ്ടല്ലോ, ഈ അമ്പ് ഇങ്ങനെ തന്നെ വെച്ചാൽ ചിലപ്പം എൻ്റെ സേനാപതി എന്നോട് ചോദിക്കുക, എന്താടാ ഇത് നീ സൂക്ഷിച്ചു വെച്ചത്? അതിനെ എങ്ങനെങ്കിലും ഇതും ഒന്ന് എറിഞ്ഞേക്കാന്ന് പറഞ്ഞുകൊണ്ട് ചുമ്മാ കണ്ണടച്ചങ്ങ് ചെയ്താ. പക്ഷെ ആ അമ്പിന്റെ പുറത്ത് അഹാബിന്റെ പേര് എഴുതിയിട്ടുണ്ട്. അഹാബേ, നീ വേഷം മാറും, അറാമികൾക്ക് പിടികിട്ടത്തില്ല. പക്ഷെ നിന്നോട് സംസാരിച്ച ആ ദൈവത്തിന്റെ മുമ്പേ നിന്റെ വേഷം മാറ്റം നടക്കത്തില്ല. ദൈവം ആരോടാ സംസാരിക്കുന്നത് ഞാൻ അറിയുന്നില്ല. ചെവിയുള്ളവൻ കേട്ടോണം. എനിക്ക് ലോകത്തിന്റെ മുമ്പേ വേഷം മാറാം, സർവശക്തന്റെ മുമ്പേ എന്റെ വേഷം മാറ്റം നടക്കത്തില്ല. ഒരു അമ്പ് വരുന്നുണ്ട്, ആ അമ്പിൽ എൻ്റെ പേരെഴുതിയിട്ടുണ്ട്. ആ അമ്പ് വന്ന് കേറുന്ന ആ സ്ഥലവും സ്പഷ്ടമായി പറഞ്ഞിട്ടുണ്ട്. അവിടെ എഴുതിയിട്ടുണ്ട്, ഇംഗ്ലീഷിലാണ് ബിറ്റ്വീൻ ദ ജോയിന്റ്സ് ഓഫ് ദ ഹാർനസ്. മലയാളത്തിൽ ഇസ്രായേൽ രാജാവിനെ കവചത്തിനും പതക്കത്തിനും ഇടയ്ക്ക് എയ്തു. കവചത്തിനും പതക്കത്തിന്റെ ഇടയ്ക്ക്. ഒരു ഗൈഡഡ് മിസൈൽ, നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ ഗൈഡഡ് മിസൈല, ഒരമ്പ്. ഭയത്തോടും വിരലോടില്ലയോ നമ്മൾ ജീവനുള്ള ദൈവത്തെ സേവിക്കേണ്ടത്. ഇനി നീ എന്തോ ചെയ്യാ അഹാബേ? ഉടനെ തന്നെ മരിക്കത്തില്ല. നീ ഉടനെ തന്നെ മരിക്കത്തില്ല. ആ രഥത്തിൽ സന്ധ്യായാമം വരെ നീ അവിടെ കിടക്കും. നിന്റെ രക്തം ആ രഥത്തിൽ ഒഴുകുന്നത് നീ സ്വയമേ കാണും. അന്നേരം നീ നിന്നെ ഏറ്റവും അധികമായി ഇസ്രായേലി സ്നേഹിച്ചവന്റെ വാക്കുകൾ നീ ഓർക്കും. ഇസ്രായേലിൽ അവനെ ഏറ്റവും അധികമായി സ്നേഹിച്ചവനാ മീകായ. നീ ഏറ്റവും വെറുക്കുന്നവൻ നിന്നെ ഏറ്റവും അധികം സ്നേഹിക്കുന്നോണ്ടാ നിന്നോട് സത്യം അങ്ങനെ തന്നെ പറയുന്നത്. നീ ചിന്തിക്കുന്നത് എൻ്റെ ശത്രുവാ, അവൻ നിന്റെ ശത്രുവല്ല. ഇനി അടുത്ത താഴെ നമ്മൾ വായിക്കുമ്പോൾ 35. അന്ന് പട കഠിനമായി തീർന്നതുകൊണ്ട് രാജാവ് അരാമ്യർക്ക് എതിരെ രഥത്തിൽ നിവർന്നു നിന്നു. സന്ധ്യാസമയത്ത് അവൻ മരിച്ചുപോയി. മുറിവിൽ നിന്ന് രക്തം രഥത്തിനകത്ത് ഒഴുകിയിരുന്നു. സൂര്യൻ അസ്തമിക്കുമ്പോൾ ഓരോരുത്തൻ താന്താന്റെ പട്ടണത്തിലേക്കും താന്താന്റെ ദേശത്തേക്കും പോകട്ടെ എന്ന് പാളയത്തിൽ ഒരു പരസ്യം പുറപ്പെട്ടു. അങ്ങനെ രാജാവ് മരിച്ചു. അവനെ ശമര്യയിലേക്ക് കൊണ്ടുവന്നു. അവർ രാജാവിനെ ശമര്യയിൽ അടക്കം ചെയ്തു. രഥം ശമര്യയിലെ കുളത്തിൽ കഴുകിയപ്പോൾ യഹോവ കൽപ്പിച്ചിരുന്ന വചനപ്രകാരം നായ്ക്കൾ അവന്റെ രക്തം നക്കി. വേശ്യാസ്ത്രീകളും അവിടെ കുളിച്ചു. ആഹാബിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും, അവൻ ആനക്കൊമ്പ് കൊണ്ട് പണിത അരമനയുടെയും അവൻ പണിത എല്ലാ പട്ടണങ്ങളുടെയും വിവരവും ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. ആഹാബ് തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അവന്റെ മകനായ അഹസ്യാവ് അവനു പകരം രാജാവായി. നമ്മളിപ്പം പ്രാർത്ഥിക്കാൻ പോവുക. ആഹാബ് ആ രഥത്തിൽ നിൽക്കുക. യുദ്ധം കഴിഞ്ഞിട്ടില്ല. യുദ്ധം അവസാനിക്കുന്നതിന് മുമ്പേ ഈ അമ്പ് എവിടുന്ന് വന്നേ? ഇതിന് കേറാൻ വേറെ ഒരു സ്ഥലം കിട്ടിയില്ലയോ? നിന്നോട് ദൈവം സ്പഷ്ടമായി പറഞ്ഞതാ. എന്നിട്ടും നിനക്ക് ദൈവഹിതം വേണ്ട, ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കാൻ കഴിയത്തില്ല. നിനക്ക് നിന്റെ ആഗ്രഹമാ. ഒടുവിൽ ആഹാബ് മരിക്കുന്നു. ഏലിയാവ് പ്രവാചകൻ പറഞ്ഞത് നാബോത്തിന്റെ മുന്തിരിത്തോട്ടത്തിലില്ലയോ? ഏലിയാവ് പ്രവാചകൻ ആഹാബിനോട് ദൈവഹിതം വെളിപ്പെടുത്തിയത് അതുപോലെ തന്നെ സംഭവിച്ചു. നായ്ക്കൾ അവന്റെ രക്തം
നക്കുക. ഇവിടെ ഒരു കാര്യം കൂടെ നിങ്ങളെ ഓർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സങ്കീർത്തനം 91 വേഴ്സ് 5, 91:5 നമുക്ക് വായിക്കാം. സങ്കീർത്തനം 91:5, Psalms 91 വേഴ്സ് 5. ഇംഗ്ലീഷിലാണെങ്കിൽ thou shalt not be afraid for the terror by night, nor for the arrow that flieth by day. മലയാളത്തിൽ, രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും, 6-ാം വാക്യം കൂടെ വായിക്കണം, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. പകൽ പറക്കുന്ന അസ്ത്രത്തെയും, ഇംഗ്ലീഷിലാണെങ്കിൽ ഫോർ ദി ആരോ ദാറ്റ് ഫ്ലയത്ത് ബൈ ഡേ. ഒന്നും നിന്ന് ധ്യാനിക്കേണ്ട ഒരു വിഷയമാ. സമയം കഴിഞ്ഞു. നിങ്ങൾ പ്രാർത്ഥിച്ച് പിന്നെ ധ്യാനിച്ചാൽ മതി. ഈ അമ്പും ക്രിസ്തു യേശു ക്രൂശിൽ നഗ്നനായി തൂങ്ങിക്കിടക്കുമ്പോൾ പടയാളി ആ ശൂലം എടുത്ത് ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ അതിനെ വെച്ച് അടിക്കുമ്പോൾ, കുത്തുമ്പോൾ, ഇത് തമ്മിൽ വല്ല ബന്ധമുണ്ടോ? ആഹാബിനെ ഈ അമ്പ് വന്ന് കയറിയ സ്ഥലവും ക്രൂശിൽ ക്രിസ്തു പിതാവിൻ്റെ കയ്യിൽ തന്നെ പ്രാണനെ ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ ആ ശൂലം എടുത്ത് കുത്തുമ്പോൾ എന്താ ബന്ധം? ഇവിടെ എഴുതിയേക്കുന്ന പകൽ പറക്കുന്ന അസ്ത്രമാ മലയാളത്തിലെ, ഇംഗ്ലീഷിലാണ് ആരോ, അമ്പ്. ഇതെന്താ? ആ ശൂലം എന്തുവാ കാണിക്കുന്നേ? ആ അമ്പ് എന്തുവാ കാണിക്കുന്നേ? പാപം നിന്നെ കണ്ടുപിടിക്കും. നീ ഒളിച്ചിരുന്നാലും, നീ വേഷം മാറിയാലും പാപം നിന്നെ കണ്ടുപിടിക്കും. ആഹാബേ, നിന്റെ ആഗ്രഹങ്ങൾ ഇതെല്ലാം വരുന്നത് എങ്ങനെ? പാപമില്ലയോ? വില കൊടുക്കേണ്ടി വന്നോ? ക്രിസ്തു നഗ്നനായി ക്രൂശി തൂങ്ങുമ്പോൾ പാപമായിട്ടാ തൂങ്ങിക്കിടക്കുന്നത്. ആ ശൂലം എന്തുവാ കാണിക്കുന്നേ? ഒടിയിലത്തെ രക്തം വരെ ഒഴിക്കണം. അതുകൊണ്ടില്ലയോ വെള്ളവും രക്തം ഒടുവിൽ വന്നത്? പാപത്തിന്റെ ശമ്പളം പറയുമ്പോൾ ഒരു തുള്ളി രക്തം പോലും മിച്ചം കിടക്കാൻ പാടില്ല. ക്രിസ്തു എൻ്റെ സ്ഥാനത്ത് ആ അമ്പിനെ സഹിച്ചു. കാരണം പാപമായി തൂങ്ങിക്കിടന്നു. ഒടിയിലത്തെ തുള്ളി രക്തം വരെ കൊടുത്തു. എനിക്കിനി പാപത്തെ കണ്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല. പക്ഷേ ശ്രദ്ധിക്കേണ്ടതാ, എൻ്റെ അകത്ത് വരുന്ന ഈ മോഹങ്ങൾ, ആഗ്രഹങ്ങൾ, ഇത് പിന്നെയും പാപത്തെ എൻ്റെ അകത്ത് കയറ്റും. ഞാൻ എത്ര ശ്രദ്ധിക്കേണ്ടതാ. നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. കേട്ട വചനത്തിൻ്റെ മുമ്പേ നമ്മളെ തന്നെ ശോധന ചെയ്യാം. എത്ര സ്പഷ്ടമായിട്ടാ ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത്. എത്ര കാര്യങ്ങളുണ്ട്. മീഖായ പ്രവാചകൻ അത്ഭുത പ്രവൃത്തിയൊന്നും ചെയ്യുന്നില്ല. ദൈവത്തിന്റെ സന്ദേശം സ്പഷ്ടമായി അറിയിച്ചു. നീ മടങ്ങി വന്നാൽ ദൈവം എന്നോട് സംസാരിച്ചതല്ല. ഹല്ലേലൂയ. നമ്മുടെ അകത്തുള്ള ആഗ്രഹങ്ങൾ, നമ്മുടെ പദ്ധതികൾ ദൈവഹിതപ്രകാരമാണോ? സ്വന്തം ഹിതപ്രകാരം ജീവിക്കണമെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി. ഒരു ചെറിയ പ്രാർത്ഥന. യേശുവേ, എനിക്കൊരു അബദ്ധം പറ്റി. ഞാൻ ചിന്തിച്ചില്ല നിന്നെ വിശ്വസിച്ചാൽ ഇത്രയും അബദ്ധം ഉണ്ടാവും. ഇനിയും തൊട്ട് നീ എൻ്റെ കർത്താവായി വേണ്ട. നിന്റെ കർത്തൃത്വം കുറച്ച് കട്ടിയ. എനിക്ക് അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. ഈ വേദോസ്തമൊക്കെ ഇത് വായിച്ചാൽ ഇതനുസരിച്ച് ജീവിക്കാൻ കഴിയത്തില്ല. സോ ഇന്ന് വേദോസ്തം അടച്ചു വെക്കുക. ഇനി മേലാൽ ഇത് വായിക്കാൻ പോകണ്ട. ഒക്കുവാണെങ്കിൽ ഇത് വിൽക്കുക. എൻ്റെ അകത്തെ ചിന്ത എന്താ?
എന്നെ സൃഷ്ടിച്ചവൻ എനിക്ക് വേണ്ടി ഒഴുക്കിയ രക്തത്തിന് വിലയില്ലയോ? കൃപ പറഞ്ഞുകൊണ്ട് തോന്നിയ പോലെ ജീവിക്കാനാണോ ക്രൂശിൽ ഒരുവൻ രക്തം ചൊരിഞ്ഞത്? ചെയ്യുന്നതെല്ലാം ദൈവഹിതപ്രകാരമാണോ? നമ്മളെ തന്നെ ശോധന ചെയ്യാം. അമ്പ് വന്ന് കയറുന്നതിന് മുമ്പേ നമ്മളെ തന്നെ ദൈവഹിതത്തിന് മുമ്പേ സമർപ്പിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വപ്നത്തിൽ ഞാൻ പ്ലെയിനെ കയറി പോകുന്നു, എനിക്ക് വീസ കിട്ടുന്നു, എനിക്ക് വീട് കിട്ടുന്നു, മറ്റേതും മറിച്ച് ഒത്തിരി നമ്മൾ കാണാറുണ്ട്, കേൾക്കാറുണ്ട്. ദൈവഹിതമാണോ? അതോ എൻ്റെ മോഹം അനുസരിച്ച് ഞാൻ വഞ്ചിക്കപ്പെടുകയാണോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവശബ്ദം നമ്മൾ കേട്ടു. ഈ തീരുമാനങ്ങൾ നമ്മുടേതാ. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, തന്ന ഈ സമയത്തിനായി സ്തോത്രം. നിന്റെ വചന മുഖാന്തരം നീ സ്പഷ്ടമായി ഞങ്ങൾ ഓരോരുത്തരോടും നീ സംസാരിക്കുന്നതിനായി സ്തോത്രം. നിന്റെ വചന മുഖാന്തരം ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളെ ആഗ്രഹങ്ങളല്ല, തിരുഹിതം മതി. നിന്റെ നാമത്തിന്റെ മഹത്വത്തിനു വേണ്ടി ജീവിപ്പാൻ നീ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതം നിന്റെ നാമത്തിന്റെ മഹത്വത്തിന് കാരണമാക്കണമേ. എല്ലാ മാനമഹത്വം നിനക്കായി അർപ്പിക്കുന്നു. ഈ വചനം ആർക്കും ന്യായവിധിക്ക് കാരണമാകല്ലേ. നീ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. കർത്താവേ, നിന്റെ വരവ് താമസിച്ച നാളെ ഞങ്ങൾ UK പോകുന്നു. നിന്റെ ഹിതമാണെങ്കിൽ ആ രാജ്യത്തിൽ പോകുമ്പോൾ ഞങ്ങൾ ആരെയൊക്കെ കാണും ഞങ്ങൾ അറിയുന്നില്ല. ആദ്യമായിട്ടാ പോകുന്നേ. ഒത്തിരി പ്രാവശ്യം യൂറോപ്പ് ക്രോസ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് അങ്ങോട്ട് പോകുമ്പോൾ നിന്റെ നാമത്തിന്റെ മഹത്വം മാത്രമേ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ. നിന്റെ നാമത്തിന്റെ മഹത്വം മാത്രം. ശരീരത്തിൽ പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും ഇതൊരിക്കലും ശുശ്രൂഷയ്ക്ക് തടസ്സമായി തീരല്ലേ കർത്താവേ. നിന്റെ കൃപയ്ക്കായി സ്തോത്രം. എല്ലാ മാനമഹത്വം നിനക്കായി അർപ്പിക്കുന്നു. നീ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. പിതാവിന്റെ സ്നേഹം, പുത്രന്റെ കൃപയും പരിശുദ്ധാത്മായുടെ കൂട്ടായ്മ നമ്മൾ ഓരോരുത്തരുടെ കൂടെ കർത്താവിന്റെ വരവ് വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മുമ്പേ പറഞ്ഞ പോലെ തന്നെ നാളെ ഞാനും എമി ഒന്നിച്ച് UK പോകുന്നു. 17 18 ലണ്ടനിലും, 19 സഫോക്ക്, 20 തൊട്ട് 22 വരെ ബർമിംഗ്ഹാം, 23 24 പ്ലൈമൗത്ത്, 25 തിരിച്ച് ലണ്ടനിൽ വരും. 26 രാവിലെ ഞങ്ങൾ തിരിച്ച് ഇന്ത്യയിലേക്കായിരിക്കും വരുന്നത്. ആർക്കെങ്കിലും ഇതിൽ ഇൻഫർമേഷൻസ് വേണമെങ്കിൽ ഞങ്ങളെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം. ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കണമേ. സോ അടുത്ത് ഞങ്ങളെ സഹോദരിമാരുടെ കോൺഫറൻസ് പഞ്ചാബിൽ നവംബർ 11 വൈകുന്നേരം തൊട്ട് 13 ഉച്ചവരെ ഉണ്ട്. ആർക്കെങ്കിലും ആ ക്യാമ്പിൽ വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ വരാം. പക്ഷെ ഒരു കാര്യമേ ഉള്ളൂ, ക്യാമ്പ് മുഴുവനും ഹിന്ദിയിലായിരിക്കും. അടുത്തത്, ഈ ക്യാമ്പിൽ വരുമ്പോൾ കണ്ടീഷൻ, കല്യാണം കഴിച്ച സിസ്റ്റേഴ്സ് മാത്രം. ഡിവോഴ്സിയാണോ വിഡോസ് ആണോ നിങ്ങൾക്ക് വരാം. പക്ഷെ കല്യാണം കഴിക്കാത്ത ആർക്കും വരാൻ അനുവാദമില്ല. മക്കളെ കൊണ്ടുവരാൻ അനുവാദമില്ല. ഇത് ഓൺലി കല്യാണം കഴിച്ച സഹോദരിമാർക്ക് വേണ്ടി 400 പേർക്ക് വേണ്ടി മാത്രമുള്ള കോൺഫറൻസാ പഞ്ചാബിൽ ധാരിവാല, നവംബർ 11 to 13. സോ ആരെങ്കിലും ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഓൺലൈൻ രജിസ്റ്റർ ചെയ്താൽ ആ ക്യാമ്പിൽ വരാൻ കഴിയും. ആ ക്യാമ്പിനെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. അടുത്തത് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പേ, അടുത്ത വർഷം കർത്താവിന്റെ വരവ് താമസിച്ചാൽ, ദൈവം ഞങ്ങൾക്ക് ആയുസ് തന്നാൽ, അടുത്ത വർഷം ജാനുവരി 23 തൊട്ട് ജാനുവരി 17, 18, 19 കായംകുളം, ജാനുവരി 23, 24, 25, 26 തൃശ്ശൂരിൽ ബൈബിൾ ക്ലാസ് ഉണ്ട്. പിന്നെ ദൈവത്തിന്റെ ഹിതമാണെങ്കിൽ തിരുവനന്തപുരത്തും 2 ദിവസത്തിന്റെ ക്ലാസ് കാണും. അത് ഡേറ്റ്സ് കൺഫേം ആയി കഴിഞ്ഞിട്ട് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും.
സോ അത് ഡേറ്റ്സും ജാനുവരി 17 മുമ്പേ ആയിരിക്കും. സോ ഈ ഡേറ്റ്സിനെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഒന്നുകൂടെ പറയുന്നത്, ജാനുവരി 17, 18, 19 കായംകുളം, പിന്നെ ജാനുവരി 23, 24, 25, 26 തൃശ്ശൂർ ബൈബിൾ ക്ലാസ്സസ് കൺഫേം ചെയ്തു. സോ നിങ്ങൾ ഈ പ്രോഗ്രാംസിനെ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുക. നമ്മുടെ കർത്താവ് വേഗം വരാറായി. മാറണം.